പണ്ടാറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ ക്രിസ്മസ് സമയത്ത് ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ആഘോഷങ്ങൾക്ക് നേരെ, ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയൊക്കെ അതിക്രമങ്ങൾ ഉണ്ടായാലും പലയിടത്തും കേസ് എടുത്തിട്ട് പോലുമില്ല. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ രാജ്യത്ത് തുടരുന്നത്? അത് ഉത്തരം പറ. അത് പറങ്ങട്. കേസെടുത്തില്ല. എവിടെയാ കേസെടുക്കാത്ത? കേരളത്തിൽ കേസെടുത്തിട്ടില്ല. വേറെ എവിടെയാ കേസെടുക്കാത്തത്? ഏതെങ്കിലും ഒരെണ്ണം ചൂണ്ടിക്കാണിക്കൂ. ഞാൻ എല്ലാം ഫോളോ അപ്പ് ചെയ്താണ്. എവിടെയാണ് കേസെടുക്കാത്തതെന്ന് ചൂണ്ടിക്കാണിക്കൂ, എടുപ്പിക്കാം. ഓരോ തവണയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആവർത്തിക്കരുതെന്ന് നേതാക്കൾ പറയുന്നത്, പക്ഷേ അണികൾ അനുസരിക്കുന്നു. അതല്ലല്ല, നടപടിയെടുക്കണമെന്നാ പറഞ്ഞത്. ഒന്നും സംഭവിക്കുന്നില്ല. പതിവ് പോലെ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. നാം സുന്ദര സ്വപ്നങ്ങൾ കണ്ട് മയങ്ങി ഉറങ്ങും. എന്തുകൊണ്ട് മുനമ്പത്ത് BJP ഇടപെട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കെതിരെ ഈ മാധ്യമങ്ങളിൽ നിന്നും? പിന്നെ കേട്ടോ ശോഭ, കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അല്ലല്ല, മുനമ്പത്ത് മിക്കവാറും മാധ്യമങ്ങള് മുനമ്പത്തെ ജനങ്ങൾക്ക് എതിരായിരുന്നു. അല്ല, ജനങ്ങൾക്കെതിരെ ഞാൻ എടുത്തു കാണിക്കാം. പല മാധ്യമങ്ങളും ഞാൻ എടുത്തു കാണിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങള് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറച്ചു വെക്കുന്നു. എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുന്നു. അതുകൂടാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഉത്തരേന്ത്യയിലുണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങൾ, ആലപ്പുഴയിലെ നിക്ക് ആർക്കും മനസ്സിലാകാതിരിക്കത്തില്ല. ആലപ്പുഴയിലെ ചാരുമൂട്ടിലെ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല? എല്ലാ വാർത്തകളും എല്ലായിടത്തും കാണിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? നിങ്ങൾ മലയാളം ചാനലല്ലേ? എന്റെ ഈശ്വരൻ, നിനക്കറിയോ, ശരീരം ചെയ്യാത്ത കുറ്റത്തിനാ എന്റെ പാവം മനസ്സിങ്ങനെ വേനിച്ചോണ്ടിരിക്കണേ. മലയാളം ചാനലല്ലേ? ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഞങ്ങളുടെ സ്ഥാപനം അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയത്. തിരുവനന്തപുരത്തെ അറിയാൻ മേലാത്ത കാര്യം ചോദിക്കുന്നു. അതാണ് ചോദിക്കുന്നത്. എന്നോട് ആദ്യം ചോദിച്ചത് തിരുവനന്തപുരത്തെ അറിയാൻ മേലാത്ത കാര്യം ചോദിച്ചു. ഒരു പ്രശ്നമുണ്ട്, എന്താണ് അതിൽ അഭിപ്രായം എന്നാ ചോദിച്ചത്. തന്നെ പോലെ സാമൂഹ്യ ബോധവും നിശ്ചയദാർഢ്യവും തന്റെ ഉള്ളതിന് മുമ്പില് നെഞ്ചു വിരിച്ചെന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഒരൊറ്റ ദിവസമെങ്കിലും അന്തസ്സോടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ? നിങ്ങൾക്കെല്ലാം അറിയാവുന്നല്ലേ പറഞ്ഞു? എല്ലാം അറിയാം. നമ്മൾ വന്നതിനെ പോലെ എല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ എണ്ണി പറയുന്നു, നിങ്ങൾ ആറ്റുചാലിലെ അച്ഛനെ ആക്രമിച്ചത് ഏതെങ്കിലും ചാനൽ കാണിച്ചിട്ടുണ്ടോ? പൂഞ്ഞാറിലെ ആറ്റുചാൽ അച്ഛനെ പള്ളിയിൽ കയറി ആക്രമിച്ച് നടുവൊടിച്ചത് ഒരല്പം മട്ടുണ്ടല്ലേ? പോയതെങ്കിലും ഒരു ചാനൽ എന്നെ കാണിക്കാവോ? നിങ്ങൾ കാണിക്കൂ. നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാം. അല്ല, ഉത്തരേന്ത്യ നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ പൊന്നാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കേരളത്തിലെ കാര്യം അവിടുത്തെ കാര്യം പറഞ്ഞിട്ട് എന്റെ സുഹൃത്ത് ഈ സുഹൃത്ത് പറഞ്ഞ തെറ്റല്ലായിരുന്നോ? എന്ത് തെറ്റ്? ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. അത് പിന്നെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ അനാവശ്യമല്ല പറഞ്ഞത്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? അല്ല, ആദ്യം കേരളത്തിലെ പറയണം. ആദ്യം കേരളത്തിലെ പറയണം. പാലക്കാട് കരോൾ നടത്തി ആൾക്കാർക്ക് നേരെ ആക്രമിച്ചു. അതുകൊണ്ട് ഞാൻ കേരള മാധ്യമങ്ങളോട് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഞങ്ങളും മലയാളത്തിലല്ലേ? മാറ്റി പറയാൻ പറ്റൂ? എനിക്കിങ്ങനെ അറിയുള്ളൂ. ഈ നമ്മുടെ യൂണിഫോം കാര്യം ഉണ്ടായില്ലേ കൊച്ചിയില്? നിങ്ങൾ ആരുടെ കൂടെയായിരുന്നു? നിങ്ങളെ കന്യാസ്ത്രീകൾക്കെതിരായിരുന്നു. ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ആയിരുന്നു. ഇവന് ഭ്രാന്ത് മാത്രമല്ല, വട്ടും കിറുക്കും എല്ലാം കൂടെ ഉണ്ട്. കഷ്ടല്ലേ? നിങ്ങളുടെ വാർത്തകളുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് എതിരായിരുന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അളിയാ? പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടക്കേറ്റുന്ന അടുത്ത നാടകം. പാലാ വിഷപ്പിന്റെ കാര്യത്തില് നിങ്ങൾ വിഷപ്പിനെതിരായിരുന്നു.
പിന്നെ വെറുതെ പിച്ചും പേക്ക് പറഞ്ഞോണ്ടിരിക്കും. വാർത്ത റിപ്പോർട്ട് ചെയ്തു. മിനിസ്റ്റർ ആ ബിഷപ്പിന്റെ ആക്രമികളുടെ ഭാഗമാണോ മന്ത്രി? എന്തെങ്കിലും പള്ളി പൊളിക്കുന്ന ആൾക്കാരുടെ ഭാഗമാണോ മന്ത്രി? തോന്നിയ കാണിച്ചിട്ട് ഈ ചാനല് ചാരുമൂട്ടിലെ ആ അക്രമികളുടെ കൂടെയാണെന്ന് ഞാൻ പറയുന്നു. ഏത് ചാനല്? നിങ്ങളുടെ ചാനല്. ഏത് ചാനല്? ചാരുമൂട്ടിലെ കാര്യം ചോദിക്കൂ. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. മലയാളികളോട് എത്ര ബഹളം വെച്ചാലും ഞാൻ എണ്ണി പറയാം. എത്ര ആരോപണം വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും അറിയട്ടെ. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എത്ര പറഞ്ഞാലും ഞങ്ങൾ ചോദ്യം ചോദിക്കും. ചോദിച്ചോ, അതിനെന്താ മന്ത്രി പറയുന്നില്ല. ഞാൻ പോകുന്നില്ലല്ലോ, ഞാൻ പോകുന്നില്ല സുഹൃത്തെ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. നിങ്ങളാണ് കുഴപ്പിച്ചത്. നിങ്ങളാണ് കുഴപ്പിച്ചത്. അറിയാൻ മേലാത്ത കാര്യത്തെ പറ്റി ഉത്തരേന്ത്യയിലെ പള്ളികൾക്ക് നേരെ അക്രമം മറ്റൊരു മാധ്യമ പ്രവർത്തകനാണ് ചോദിച്ചത്. ഇത്ര നികൃഷ്ടമായ രീതിയിൽ രംഗമ്മന്റെ അച്ഛൻ പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. ഇത് മാതൃഭൂമിക്ക് പറ്റിയ തെറ്റാണ്. മാതൃഭൂമിക്ക് എന്ത് അതാണ് ഈ കുഴപ്പം. അറിയാൻ മേലാത്ത കാര്യം ചോദിക്കരുത്. പണയടപാട് പോലെയല്ല എന്റെ അടിയടപാട്. അതിന്റെ മുറക്ക് നടത്തിയിട്ട് ഞാൻ ഇവിടെ പോവുള്ളൂ കേട്ടാ. ആക്രമണങ്ങൾ അറിയാൻ വയ്യാത്ത കാര്യമാണോ? ഛത്തീസ്ഗഡിലെ സാന്താക്ലോസ് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ അറിയാൻ വയ്യാത്ത ചാരുമൂടിലെ കാര്യങ്ങള് മാധ്യമങ്ങൾക്ക് അറിയത്തില്ല. സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. ആറ്റുചാൽ അച്ഛനെ ആക്രമിച്ചത് അറിയത്തില്ല. ആലുവയിലെ കന്യാസ്ത്രീ ആശ്രമത്തിന്റെ മതില് പൊളിച്ചത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇല്ല, ഒരു ചാനലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ നടന്ന ഒറ്റപ്പെട്ട സംഭവം അതിൽ താനെന്നെ കുറ്റപ്പെടുത്തുകയാണ്. അല്ല സഖാവേ, ഞാൻ പറഞ്ഞു വന്നത് ഒന്നും പറയണ്ട. കാണിക്കൂ, നമുക്ക് സംവാദമാകാം. ആയിക്കോട്ടെ. മിനിസ്റ്റർക്ക് ഏത് അർത്ഥത്തിലാണ് ജനതയ്ക്കെതിരാണ് മാധ്യമങ്ങളിൽ നിന്ന് ഏത് അർത്ഥത്തിലാണ് മിനിസ്റ്റർ പറഞ്ഞത്? ഒരു ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കും. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? മുനമ്പത്തെ ജനതയ്ക്കെതിരെ 24 എത്ര റിപ്പോർട്ടുകളുണ്ട്? 24 യൂട്യൂബ് ചാനലുകൾ താങ്കൾ തിരഞ്ഞാൽ മനസ്സിലാവും. സുരേഷ് ഗോപി അവിടെ പോയി ഇരിക്കുന്നിടം വരെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുരേഷ് ഗോപി സുരേഷ് ഗോപി അവിടെ പോയതിനു ശേഷമാണ് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരെയുള്ളൂ. ആറ്റുചാലച്ചൻ ആലുവയിലെ കന്യാസ്ത്രീകളുടെ മതില് പൊളിച്ച കാര്യം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒത്തിരി കാര്യങ്ങള് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങളുടെ മുതലാളിമാരോട് ചോദിക്കുക എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല. മുതലാളിമാരല്ല വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, മാധ്യമ പ്രവർത്തകർ. അല്ല, നിങ്ങൾ അവര് പറയുന്ന പോലെയാണല്ലോ ചെയ്യുന്നത്. അല്ലല്ല, അങ്ങനെയല്ല. അല്ലെങ്കിൽ നമസ്തേ, സന്തോഷം. മുതലാളിമാര് പറയുന്ന പോലെ നമ്മൾ അങ്ങനെ കൊടുക്കുക. മിനിസ്റ്റർ ആയിരിക്കും ചിലപ്പോൾ എഴുതി തന്ന കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നത്. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഒരു ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് നടന്നത്. ആ സമയത്താണ് രാജ്യത്തുടനീളം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഈ മാധ്യമ വിമർശനത്തിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ ക്രൈസ്തവർക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള അങ്ങനെ ഒരു ഉറപ്പ് സർക്കാരിന് എന്തുകൊണ്ടാണ് ഇതുവരെ നൽകാനാവുന്നത്? ഞാനൊന്നും കണ്ടില്ല. ഞാൻ എവിടെയെങ്കിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് നോർത്ത് ഇന്ത്യയിൽ നടന്ന് ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്നവർ പറയട്ടെ. എന്റെ പണിയതല്ലേ. പ്രതാപ പോത്ത അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയവനാ ഞാൻ. എന്നെ നീ ടൂർണമെന്റിന് ഇറക്കരുതായിരുന്നു. നീ ഇറക്കി. ചെയ്യുന്നുണ്ട്. ഉണ്ടാകുന്നില്ല. അതായത് ഈ പോലീസ് കേസ് എടുക്കുന്നു, പിന്നീട് അത് തെഞ്ഞുമാഞ്ഞു പോകുന്ന രീതിയാണ്. പലയിടത്തും നടപടികളിലോട്ടോ ശിക്ഷയിലോട്ടോ ഇത് എത്തുന്നില്ല. അപ്പൊ അത് ഇത്തരം പ്രവർത്തികൾക്ക് കൂടുതൽ ഒരു സംരക്ഷണം നൽകുന്ന രീതിയിലോട്ട് മാറില്ലേ? അല്ല, കേരളത്തിലാണെങ്കിൽ ആക്രമിക്കപ്പെടുന്നവർക്കെതിരെ കേസെടുക്കുന്നത് അതിപ്പോ കാണുന്നില്ല. അക്കഥ എണിപ്പി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനസ്സിലായി? പാലാ ബിഷപ്പിന്റെ എതിരെയുള്ള കേസ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പഠിച്ചിട്ട് അന്വേഷിക്കുക. അപ്പൊ ജയിലിലായിരുന്നില്ല ആക്രമിക്കപ്പെട്ട കന്യാസ്ത്രീ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. അത് അല്ലെന്നാരെങ്കിലും ഇത് എങ്ങനെയായാലും ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചോ. അതാ മിനിസ്റ്റർ പോയിരിക്കുന്നു. മിനിസ്റ്റർ ചോദ്യത്തിന് മറുപടി പറയാതെ പോയിരിക്കുന്നു. ഞാനിവിടെ ഇരിക്കാൻ വേണമെങ്കിൽ. എങ്ങനെ ബുദ്ധി മുന്തിയ ബുദ്ധി. നീ വെയിലല്ലോ കേട്ടോ. എന്റെ തല പൊക്കോട്ടെ, പക്ഷെ സത്യം വിട്ടുള്ളൊരു കളിയില്ല. അത് ഞാൻ പഠിച്ചിട്ടില്ല.